നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചത്. അതില് നമ്മൾ പഠിച്ചു വന്നപ്പോ പർവ്വതത്തിൽ നിന്ന് ഒരു കല്ല് കൈ തൊടാതെ വന്ന് ആ ബിംബത്തെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ശരിയാ. കൈ തൊടാതെ വന്നൊരു കല്ല് ബിംബത്തെ അടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആ കല്ല് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് വന്ന് അതിനു മുമ്പുള്ളതായിരിക്കുന്ന എല്ലാ എംപയേഴ്സിനെയും എല്ലാ സാമ്രാജ്യങ്ങളെയും തകർത്ത് കളയുന്നതിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനായിട്ടിടയായി. അതിനുള്ള ബന്ധത്തിൽ ഒരു ചോദ്യം കർത്താവായി നമ്മൾ പറഞ്ഞു വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വം എന്ന വിഷയത്തെ കുറിച്ച് പറയാനായിട്ടിടയായി. അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആവശ്യമുണ്ടായി. അതുകൊണ്ട് അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. ഒരു 5-10 മിനിറ്റ് എടുക്കും. എങ്കിലും ആ വിഷയം കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വം എന്നുള്ളതായിരിക്കുന്ന വിഷയം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന നിലയിൽ അവൻ ദൈവാധി ദൈവമാണ്, രാജാധി രാജാവാണ്, സകലത്തിനും നാഥനായിരിക്കുന്നവനാണ്. നമ്മൾ ഈ ദാനിയേൽ പ്രവചനം പഠിച്ചാൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആശയങ്ങളിൽ ഒന്ന് തന്നെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവ് അവൻ രാജ്യത്വങ്ങളെ വാഴിക്കുന്നവനാണ്, നീക്കുന്നവനാണ്, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നവനാണ് എന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു രാജാധി രാജാവാണ്, കർത്താധി കർത്താവാണ്. അവനേക്കാൾ ഉന്നതനായിട്ട് വേറെ ആരുമില്ല. ആ രാജ്യത്വം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്വവുമായിട്ട് ബന്ധപ്പെട്ട അവൻ ദൈവം എന്ന നിലയിൽ അവനേക്കാൾ ഉന്നതനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനേക്കാൾ ഉന്നതനായിട്ട് ആരും ഇല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു രാജ്യത്വത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓഫീസ്, അവന്റെ ഒരു ഓഫീസ് എന്ന നിലയിൽ നാം അത് പറയുമ്പോൾ ദാവീദിന്റെ സിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ അനാദിയായ ശാശ്വതമായും രാജാവാണ്, അവൻ രാജാധി രാജാവാണ്, കർത്താധി കർത്താവാണ്. എന്നാൽ അവന്റെ ഓഫീസ് എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രാജാവ് എന്ന നിലയിൽ അവന്റെ ഓഫീസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ദാവീദിന്റെ സിംഹാസനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ സ്പിരിച്വൽ ത്രോൺ, അതൊരു ആത്മീകമായിരിക്കുന്ന സിംഹാസനമല്ല. കർത്താവായ യേശു ക്രിസ്തു ദൈവം എന്ന നിലയിൽ സ്വർഗത്തിൽ അവൻ വസിക്കുന്നതായിരിക്കുന്ന ദൈവം, അവൻ രാജാധി രാജാവാണ് സ്വർഗത്തിൽ. എന്നാൽ ദാവീദിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫിസിക്കൽ ത്രോൺ. ഇറ്റ് ഇസ് എ ഫിസിക്കൽ ത്രോൺ. അത് ഇറ്റ് ഈസ് ഇൻ റിലേഷൻ ടു ദിസ് എർത്ത് ആൻഡ് നോട്ട് എ ഹെവൻലി ത്രോൺ. അത് ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ദാവീദിന്റെ സിംഹാസനം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അതോടുള്ള ബന്ധത്തിൽ രാജാവായിട്ട് പറയുമ്പോൾ അതെപ്പോഴും കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ രാജാവായിട്ട് വാഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആ സിംഹാസനം അത് വെക്കുന്നത് യെരുശലേമിലായിരിക്കും. അപ്പൊ വി ആർ റെഫറിങ് കർത്താവിന്റെ ഓഫീസ്, കിങ് എന്ന ഓഫീസുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പറയുമ്പോൾ വി ആർ ഓൾവേസ് റെഫറിങ് ഇറ്റ് ടു ദ ത്രോൺ ഓഫ് ഡേവിഡ്. അതെപ്പോഴും ദാറ്റ്സ് എ ഫിസിക്കൽ ത്രോൺ and that will be in Jerusalem. Our throne is not set up until now. It will set up only when Christ comes in glory. കർത്താവായ യേശു ക്രിസ്തു മഹത്വ പ്രത്യക്ഷനോട് ചേർന്ന് മാത്രമേ ആ സിംഹാസനം, ഏത് സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം അഥവാ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കിങ് എന്ന ഓഫീസ്, ആ ഓഫീസ് സ്ഥാപിതമാകുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ മഹത്വ പ്രത്യക്ഷനുള്ള ബന്ധത്തിലായിരിക്കും. നമ്മൾ when we say the 3 offices of Christ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 ഓഫീസസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയും പ്രോഫറ്റ്, പ്രീസ്റ്റ് ആൻഡ് കിങ്. These offices are in relation to human beings and not spiritual. These offices of Christ, the office of priest, prophet, priest and king are always in relation to human beings and not spiritual. Spiritual in the sense not outside of human beings. That's what I mean. These are tangible offices of Christ. നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതായിരിക്കുന്ന ഓഫീസസ് ആണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ 3 വ്യത്യസ്തമായിരിക്കുന്ന ഓഫീസർ. While Christ was on this earth, he had all the 3 offices but not simultaneously exercised. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോ
അവൻ പ്രീസ്റ്റ്, അവൻ പ്രോഫറ്റ് ആയിരുന്നു, പ്രവാചകനായിരുന്നു, പുരോഹിതനായിരുന്നു, രാജാവായിരുന്നു. പക്ഷെ ഈ മൂന്ന് തന്റെ ഓഫീസസും അവൻ ഒരുമിച്ചല്ല ഈ ഭൂമിയിൽ വെച്ച് അവൻ എക്സർസൈസ് ചെയ്ത്, അഥവാ അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നത് ഒരുമിച്ചല്ല. While in this earth, he was a prophet, letting people know what God the Father had to convey. Started when he came as a man and finished when he left, leaving us behind. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നപ്പോ അവൻ ആരംഭിച്ചതാണ് പ്രോഫറ്റ് മിനിസ്ട്രി, അഥവാ പ്രവാചക ശുശ്രൂഷ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ അവൻ ആരംഭിച്ചതാണ് കർത്താവിന്റെ 3 ശുശ്രൂഷകളിൽ ആദ്യത്തേതായിരിക്കും പ്രവാചക ശുശ്രൂഷ. അത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോ അവൻ ആരംഭിച്ചതാണ്. അത് അവസാനിപ്പിച്ചത് കർത്താവ് സ്വർഗത്തിലേക്ക് പോയതുമായിട്ടുള്ള ബന്ധത്തിലാണ്, നമ്മെ വിട്ട് ഈ സ്വർഗത്തിലേക്ക് പോയതുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ, when he is in heaven or when he went to heaven, he is our mediator. So Christ is exercising his priestly office. Christ is exercising his priestly office. അപ്പം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോ, മനുഷ്യൻ ഭൂമി വന്നപ്പോ he was exercising his office as a priest, as a prophet. And when he has gone to heaven, then he is now exercising the priestly office. So started when he left us and finished when we are resurrected. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് സഭ മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രീസ്ലി ഓഫീസിന് യാതൊരു പ്രസക്തിയില്ല. ഉണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക, അതിന് പിന്നൊരു പ്രസക്തിയില്ല. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം ഇല്ല. സോ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ഹി ഈസ് എക്സർസൈസിങ് ഹിസ് ഓഫീസ് ഓഫ് പ്രീസ്റ്റ്. പ്രീസ്റ്റ്ലി ഓഫീസ് ആണ് ഇന്ന് എക്സർസൈസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദ റാപ്ചർ ഓഫ് ചർച്ച്, സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, then Christ will be declared as the king, starting with his coming in glory and ends with the completion of millennium. അത് ആരംഭിക്കുന്നത് നമ്മൾ സഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, നമുക്കറിയാം വെളിപ്പാട് പുസ്തകം നമ്മൾ വായിച്ചതാണ്. 11-ാം അധ്യായത്തിലും 19-ാം അധ്യായത്തിലും കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ട് അവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. അത് കഴിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് അവൻ ദാവീദിന്റെ സിംഹാസനം സ്ഥാപിക്കുക. അത് എത്രത്തോളം നിലനിൽക്കും എന്ന് ചോദിച്ചാൽ 1000 ആണ്ട് വാഴ്ച അവസാനം വരെയാണ് അത് നിലനിൽക്കുന്നത്. സോ കിങ്ഷിപ്പ് ഓൺ ദ ത്രോൺ ഓഫ് ഡേവിഡ് ഈസ് നോട്ട് ഇറ്റേണൽ. ദാവീദിന്റെ സിംഹാസനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സിംഹാസനം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എൻ ഇറ്റേണൽ ത്രോൺ. കർത്താവ് ദൈവം എന്ന നിലയിൽ ഹി ഈസ് ആൻ ഇറ്റേണൽ കിങ് ഓർ ഇറ്റ് ഈസ് ആൻ ഇറ്റേണൽ ഗോഡ്. പക്ഷേ ദാവീദിന്റെ സിംഹാസനത്തിൽ, ദാവീദിന്റെ ത്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇറ്റേണൽ. It will last only until the end of millennium. Nevertheless, the kingship of Christ will not be given to any other person anymore. ഇതിന് ശേഷം നമുക്ക് ദൈവവചനത്തിൽ ഈ കിങ്ഷിപ്പ് മാറ്റുന്നതായിട്ട് നമ്മൾ കാണുന്നത്, ഒരു രാജാവ് പോയിട്ട് അടുത്ത രാജാവ് വരുന്നതായിട്ട് കാണുന്നില്ല. So in that respect, we can say his kingship is everlasting. എന്നല്ലാതെ കർത്താവ് ഈ മില്ലീനിയം കഴിഞ്ഞാൽ പിന്നെ കർത്താവിന്റെ കിങ്ഷിപ്പിന്, ദാവീദിന്റെ ത്രോണിൽ ഉള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ കിങ്ഷിപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. കാര്യം ദാവീദിന്റെ ത്രോൺ എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ദാറ്റ് ഈസ് ഇൻ ദാറ്റ് റെസ്പെക്ട് നോട്ട് എ സ്പിരിച്വൽ തിങ്, ഇറ്റ് ഈസ് മോർ റിലേറ്റിംഗ് ടു ഹ്യൂമൻ ബീങ്സ്. സോ ആഫ്റ്റർ ദ മില്ലേനിയം, the relation between Christ and people will not be the one of king and subjects. രാജാവും പ്രജകളും എന്നുള്ള ബന്ധമല്ല 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമുള്ളതായിരിക്കുന്ന നമ്മുടെ ബന്ധം. He will be with us as God. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 22-ാം അധ്യായത്തിലും അനേക പ്രാവശ്യം നമുക്ക് ഈ റെഫറൻസ് കാണാനായിട്ട് കഴിയും. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള ബന്ധത്തിൽ നമ്മൾ മില്ലേനിയം കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നാം കർത്താവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിൽ അവിടെ നമ്മുടെ കുഞ്ഞാട് ദൈവം എന്നേ നമ്മൾ കാണുന്നുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ 21-ാം അധ്യായത്തിന് 3-ാം വാക്യം ഞാൻ വായിക്കാം. അവിടെ ഇതാ മനുഷ്യരുടെ കൂടെ ദൈവത്തിന്റെ കൂടാരം. 7-ാം വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. 22-ാം വാക്യത്തിൽ അവിടെ മന്ദിരം അതിൽ കണ്ടില്ല, സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. അപ്പം നമുക്ക് 22-ാം അധ്യായത്തിൽ നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തു നാമുമായുള്ള ബന്ധം കുഞ്ഞാടും അഥവാ ദൈവവും നാമുമായിട്ടുള്ള ബന്ധമാണ്. നമ്മളെ മക്കളായിട്ടാണ് കരുതുന്നത്, അല്ലാതെ നമ്മളെ സബ്ജക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒരു പ്രജകളായിട്ടല്ല കരുതുന്നത് എന്ന് സാരം. ഇപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 3 ഓഫീസസിനെ കുറിച്ച് നമ്മൾ ഒന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. സോ ക്രൈസ്റ്റ് ആസ് ഗോഡ് വിൽ ഓൾവേസ് ബി
ഫ്രം ഇറ്റേണിറ്റി ടു ഇറ്റേണിറ്റി, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്. അത് നമ്മൾ മറന്നു. ഒരു കർത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നും ഈ ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അവൻ രാജാധിരാജാവാണ്, കർത്താവാണ്. പക്ഷേ അത് അവന്റെ ദൈവം എന്നുള്ള നിലയിലാണ്. When we talk about the office of Christ as the prophet, priest and king, that is always in relation to human beings. When Christ came to this earth as a human being, then he was exercising the office of a prophet, where he is conveying the mind of God to us. ദൈവത്തിന്റെ ഹിതം നമ്മോട് അറിയിക്കുകയായിരുന്നു. And after we left, or after our resurrection, then the office of the Christ is more become a priest, where he is അവൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നല്ലേ. he is interceding for us, and when he come back, he will be on the throne of David, and that is the time when he will be exercising the office of the king. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കല്ലേ? അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അധ്യായത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ദാനിയേലിന്റെ, അത് ഞാൻ എല്ലാ ആഴ്ചയിലും ഈ അധ്യായങ്ങൾ നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഓരോ അധ്യായത്തിന്റെ ഒരു ഹെഡിങ് നമ്മുടെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് ഓർക്കുന്ന എപ്പോഴും നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ ബാബിലോണിലെ ജീവിത ആരംഭമാണ് നമ്മൾ കാണുന്നത്. 2-ാം അധ്യായത്തിൽ ദാനിയേൽ നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നത്തെക്കുറിച്ച്, 4 സാമ്രാജ്യങ്ങളെ കാണിക്കുന്ന സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് കാണാനായിട്ടിടയായി. 3-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ നിർത്തിയ വലിയ സ്വർണ്ണ ബിംബത്തെക്കുറിച്ചും തീച്ചൂളയെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളിത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വസ്തുത, ദൈവജനം അവരുടെ ജീവിതത്തിൽ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന അനുഭവം ഉണ്ടാവും. ദൈവജനത്തിന് തീച്ചൂളയിലൂടെ പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന വലിയ ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ, ആപത്തിന്റെ വലിയ കാഠിന്യത്തിലൂടെ പോകുന്നതായ അനുഭവങ്ങൾ ഉണ്ടാവും ദൈവജനത്തിന്. പക്ഷേ അതിന്റെ മധ്യേ ദൈവം നമ്മോടുകൂടിയുണ്ട്. അവൻ നമ്മെ കൈക്ക് പിടിച്ച് നടത്തുന്നു, വഴി നടത്തുന്നു എന്നുള്ളതായിരിക്കുന്ന വസ്തുത വാസ്തവത്തിൽ ഈ അധ്യായം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ചിന്തിക്കാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വന്നാൽ അതിന്റെ മധ്യേ നമ്മെ നടത്തുന്നവനായിരിക്കും ദൈവമുണ്ട് എന്നുള്ളതായിരിക്കുന്ന വസ്തുത. ദാനിയേലിന്റെ ദൈവം, ശദ്രക്, മേശക്, അബേദ്നെഗോവിന്റെ ദൈവം നമ്മുടെയും ദൈവമാണ്. അവന് വ്യത്യാസം വന്നിട്ടില്ല, അല്ലേ? കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, അവന് മാറ്റമില്ലാത്തവനാണ്. അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ല. അപ്പൊ കർത്താവ് വാസ്തവത്തിൽ അവൻ നമ്മുടെയും ദൈവമാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യേ പ്രശ്നം വിശ്വാസികൾക്കുണ്ടാവും, പക്ഷേ ആ പ്രശ്നങ്ങളുടെ മധ്യേ ദൈവം നമ്മെ വഴി നടത്തുന്ന ദൈവമാണ്. ഇനി 3-ാം അധ്യായത്തിന്റെ ഒരു സമ്മറി ഞാൻ നിങ്ങളെ പെട്ടെന്നൊന്ന് ഓർപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. വളരെ വേഗം ഈ അധ്യായം തീർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈ 3-ാം അധ്യായത്തിൽ അവിടെ നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ബിംബം, വലിയൊരു ബിംബം താൻ ഉണ്ടാക്കി. എന്നിട്ട് ദേശത്തിലെ പ്രധാനപ്പെട്ട എല്ലാവരെയും ആ ബിംബത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ ബിംബത്തെ നമസ്കരിക്കാനായിട്ട് പറഞ്ഞു. ഞങ്ങൾ നല്ല വാദ്യമൊക്കെ ഊതുമ്പോൾ, നല്ല സംഗീതമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. എല്ലാവരും നമസ്കരിച്ചു. പക്ഷെ 3 ബാലന്മാർ, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്നതായിരിക്കുന്ന 3 ഇസ്രായേലി ബാലന്മാർ, അവർ നമസ്കരിച്ചില്ല. അത് കൽഡേറായിരിക്കുന്ന, കൽഡേർ എന്ന് വെച്ചാൽ ബാബിലോണിയൻസ് എന്നർത്ഥം. അവര് വന്ന് ഇത് കണ്ടുപിടിച്ച് രാജാവിനോട് അറിയിക്കുന്നു. രാജാവിന് വളരെ കോപമുണ്ടായി. ഇവരെ 3 പേരെയും വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഞാൻ അങ്ങനെ ഊതുമ്പോ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കത്തില്ല. അപ്പൊ രാജാവിന് കൂടുതൽ കോപമുണ്ടായി. രാജാവ് പിന്നീട് കൊള്ളോതാനൊന്നും ശ്രമിച്ചില്ല. അദ്ദേഹം തീച്ചൂള, വളരെ ശക്തമായ തീച്ചൂള ഉണ്ടാക്കി. ആ തീച്ചൂളയിലേക്ക് ഈ ബാലന്മാരെ ഇട്ടു. ആ ബാലന്മാര് അവിടെ ആ തീച്ചൂള കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ ബന്ധനങ്ങളൊക്കെ അഴിഞ്ഞുപോയി. എന്നാൽ അവർക്ക് ഒന്നും പറ്റിയില്ല. രാജാവ് അവരെ വെളിയിലേക്ക് വിളിച്ചു വന്നു. അവരുടെ ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്നതായിരിക്കുന്ന, അനുഗ്രഹീതമായിരിക്കുന്ന ഒരു അധ്യായമാണ് 3-ാമത്തെ അധ്യായം. നമ്മള് സെപ്റ്റുജന്റ് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു ഹീബ്രു ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ ഉണ്ട്, ഗ്രീക്ക് ട്രാൻസ്ലേഷൻ സെപ്റ്റുജന്റ്. അത് നമ്മുടെ ബൈബിളിൽ ഉള്ള ഭാഗം മാത്രമല്ല, അതിനകത്ത് നമ്മൾ ബൈബിളില്ലാത്ത അനേക ഭാഗങ്ങളും അതിലുണ്ട്. അത് നമ്മൾ അപ്പോക്രിഫ അഥവാ ഔട്ട്സൈഡ് ദ ബൈബിൾ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്, ദൈവശ്വാസീയമായിട്ട് കരുതുന്നില്ല. എങ്കിലും അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. 1-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദിസ് ഹാപ്പൻഡ് ഇൻ ദ 18th year of നെബൂഖദ്നേസർ. 2-ാമത്തെ അധ്യായം നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ 2-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നെബൂഖദ്നേസർ രാജാവിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് എന്ന് വായിക്കുന്നു. എന്നാൽ ഇവിടെ സെപ്റ്റുജന്റില് അഥവാ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ഓഫ് ദ ഹീബ്രു ബൈബിൾ 3-ാം നൂറ്റാണ്ട്, കർത്താവിന് 3-ാം നൂറ്റാണ്ട് മുതൽ
കർത്താവിന് മുമ്പ് 1-ാം നൂറ്റാണ്ട് വരെ ഉള്ളതായിരിക്കുന്ന 200 വർഷ കാലഘട്ടത്തിലാണ് എബ്രായ ബൈബിൾ സെപ്റ്റോജന്റ് എന്ന് വെച്ചാൽ 70 പേര് 70 പരം ആൾക്കാര് ചേർന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നുള്ളതായിരിക്കുന്ന അതിനെക്കുറിച്ച് പല കാര്യങ്ങളും കേൾക്കാനായിട്ട് സാധിക്കും. 70 പേര്, അതുകൊണ്ടാണ് സെപ്റ്റോജന്റ് എന്ന പേര് വന്നത്. അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത, പക്ഷെ ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ അകത്ത് ഈ എബ്രായ ബൈബിളിൽ നമുക്കുള്ള ബൈബിളിൽ അല്ലാത്തതായിരിക്കുന്ന അനേക കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. ഇതും നമ്മുടെ ഈ ബൈബിളിൽ കാണാനായിട്ട് സാധിക്കത്തില്ല, പക്ഷെ സെപ്റ്റോജന്റിലുണ്ട്. സോ ഇറ്റ് ഹാപ്പൻ ഇൻ ദ 18th year of നെബൂഖദ്നേസർ. രണ്ടാമത്തെ വർഷമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നതായിരിക്കുന്ന സംഭവം നടന്നത്. അപ്പം ഈ അധ്യായവും 2-ാം അധ്യായം തമ്മില് 15-16 വർഷത്തെ വ്യത്യാസമുണ്ട് എന്നാണ് സെപ്റ്റോജന്റ് പറയുന്നത്. ഒരുപക്ഷെ ശരിയായിരിക്കാനായിട്ട് സാധ്യതയുണ്ട്, പക്ഷെ നമുക്ക് വേറെ ഔട്ട്സൈഡിൽ നമുക്ക് അതിനുള്ളതായിരിക്കുന്ന എവിഡൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി ഈ കർമ്മം എന്ന് പറയുന്നത് ഡെഡിക്കേഷൻ കർമ്മ, പ്രതിഷ്ഠാ കർമ്മം എന്ന് പറഞ്ഞ ഇപ്പൊ നമുക്കറിയാം അയോധ്യയില് പ്രതിഷ്ഠാ കർമ്മം നടത്തുന്നുണ്ടല്ലേ. ഒരുപാട് തന്ത്രിമാരൊക്കെ വന്ന് അവര് വന്നിട്ട് ചാന്റിങ്ങും അതുപോലെ വർഷിപ്പൊക്കെ ചെയ്ത് ഈ ബിംബത്തേൽ ദൈവത്തെ കുടിയിരുത്തുന്നതായിരിക്കുന്ന ആ പ്രക്രിയയാണല്ലോ പ്രതിഷ്ഠാ കർമ്മം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പൂജിച്ച് ഈ പ്രതിഷ്ഠയിൽ ദൈവത്തെ കുടിയിരുത്തുന്നതായിരിക്കുന്ന കർമ്മമാണ് നമുക്ക് ഈ 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മള് ബിംബം എന്നാണ് കാണുന്നത് അല്ലെ. ബിംബം, അതിന്റെ സാധാരണഗതിയിലുള്ള അതിന്റെ അർത്ഥം മാനുഷിക ബിംബം എന്ന അരാമിക് ഭാഷയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ കോമൺ മീനിങ് മാനുഷിക ബിംബം എന്നാണ്. പക്ഷെ അത് അങ്ങനെ ആവണം നിർബന്ധമില്ല. അല്ലാത്ത ബിംബങ്ങൾക്കും ആ പേര് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ ജനറൽ ആയിട്ട് അവരുപയോഗിക്കുന്ന വാക്ക് ബിംബം എന്നതിന് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അത് മാനുഷിക ബിംബം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ ഞാനൊരു ബിംബത്തിന്റെ പടം ഇട്ടിട്ടുണ്ട്. അതൊരു മാനുഷിക ബിംബമാണ്. അത് മാനുഷിക ബിംബമാണോ എന്ന് അറിയത്തില്ല. ഇതൊരു ആർട്ടിസ്റ്റിന്റെ ഒരു ഇമേജ് ആണ്. പക്ഷേ ഒരു നിങ്ങളുടെ മനസ്സിലൊരു ബിംബത്തിന്റെ പടം വരാനായിട്ട് അത് രേഖപ്പെടുത്തി താഴെ ഒരു പീഠമുണ്ട്. ആ പീഠത്തിന്മേലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് മാനുഷിക ബിംബമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ബാബിലോൺകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന നാഷണൽ ദൈവമാണ് മർദക് എന്ന് പറയുന്ന ബേൽ ദൈവം. അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന ദൈവമാണ് മർദക്. ആ മർദക് ദേവന്റെ രൂപമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രൂപമാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത് മാനുഷിക ബിംബമാകാൻ സാധ്യതയുണ്ട്. കാര്യം 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് സ്വർണ്ണബിംബത്തെ സ്വപ്നം കണ്ടതാ. അപ്പൊ ആ നിലയിൽ ഒരുപക്ഷെ മാനുഷിക ബിംബവും ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. ഈ ദേവന്റെ പ്രതിഷ്ഠയെ നമസ്കരിക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. കാര്യം രാജാവിനെയും രാജ്യത്തുള്ള കൂറ്, ലോയൽറ്റി, അതാണ് ഇത് കാണിക്കുന്നത്. ഇവര് രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിച്ചാൽ അത് തീർച്ചയായിട്ടും രാജ്യത്തെയും രാജാവിനെയും അവര് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അവരുടെ ദേവനെ ആദരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കറിയാം ഇത് ചെയ്യാതിരുന്നാൽ ഉള്ളതായിരിക്കുന്ന അവരുടെ ഭവിഷ്യത്ത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. അതിന്റെ അർത്ഥം ഇവരത് നമസ്കരിച്ചില്ല. അതിന്റെ അർത്ഥം എന്താ? രാജാവിനെ ബഹുമാനിക്കുന്നില്ല, രാജ്യത്തിലെ ദേവനെ ഇവർ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി നമുക്ക് 1-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. 1-ാമത്തെ വാക്യം: നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി. അതിന്റെ ഉയരം 60 മുഴവും വണ്ണം 6 മുഴവും ആയിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനത്ത് ദൂര സമഭൂമിയിൽ നിർത്തി. ഇവിടെ നമ്മൾ വായിക്കുന്നു ഈ ബിംബത്തിന്റെ ഉയരം 60 മുഴം, വണ്ണം 6 മുഴം. ഇത് ഇംഗ്ലീഷ് ബൈബിൾ നമ്മൾ നോക്കിയാൽ അവിടെ ഇംഗ്ലീഷ് ബൈബിളിൽ 90 feet ഹൈറ്റ് എന്നാ പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു 8 നിലയുള്ളതായിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഉയരമുണ്ട് എന്നാണ് നമുക്ക് സാധാരണ ഇത് ചിന്തിക്കാൻ കഴിയുന്നത്. 90 അടി, 60 മുഴം എന്ന് പറയുന്നത് 90 അടി. അതുപോലെ 6 മുഴം വീതി എന്ന് പറഞ്ഞാൽ 9 അടി എന്നുള്ളതാണ്. ഈ 6 എന്ന് പറയുന്ന തിരുവചനത്തിൽ മനുഷ്യനെ കാണിക്കുന്നതാണ്. 666 നമുക്കറിയാം. നമ്മൾ സാധാരണ അന്തിക്രിസ്തു നമ്പർ എന്നൊക്കെ പറയുന്ന 666. അപ്പം 6 എന്ന് പറയുന്നത് അതിന് സ്പെഷ്യൽ അർത്ഥമൊന്നും ഇവിടെ ഉണ്ടായില്ലെങ്കിലും 6 എന്ന് പറയുന്നത് എപ്പോഴും മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു നമ്പറാണ്. അപ്പൊ ഈ ബിംബത്തിന്റെ ഉയരം എന്ന് പറയുന്നത് 90 feet ഹൈറ്റ്, 9 feet വിഡ്ത്ത്. 90 feet എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 അല്ലെങ്കിൽ 9 അടിയുള്ള സ്റ്റോറി ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ്. നമുക്കറിയാം സ്വർണത്തിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ?
ഓർമ്മയുണ്ടോ? എത്ര എത്രയാ ഓർമ്മയുണ്ടോ? 19.3. നമ്മൾ ഓർക്കുന്നുണ്ടല്ലേ? 1 സെന്റിമീറ്റർ വീതിയും 1 സെന്റിമീറ്റർ നീളവും വീതിയും ഉയരമുള്ളതായിരിക്കുന്ന കണ്ടെയ്നറിൽ വെള്ളം എടുത്താൽ ആ വെള്ളത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാമാ. അങ്ങനെയെങ്കിൽ അതേ കണ്ടെയ്നറിൽ തന്നെ സ്വർണം ഒഴിച്ചാൽ സ്വർണത്തിന്റെ വെയിറ്റ് എത്രയാ? 19.3 ഗ്രാം. 19.3 ടൈംസ് കൂടുതൽ ഹെവിയാണ് സ്വർണം. അപ്പോ ഇത്രയും ഉയരത്തിൽ 90 ഫീറ്റ് ഉയരത്തിൽ ഒരു സ്വർണ്ണബിംബം, സ്വർണ്ണബിംബം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തും പ്രയാസമാണ്. അത്ര വെയിറ്റ് കാണും ആ ബിംബത്തിന്. അന്നത്തെ കാലത്തും അത് പ്രയാസമാണ്. അപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നതും ചിന്തിക്കുന്നതും സാധാരണഗതിയിൽ ആ കാലത്ത് ചെയ്യുന്നതും തടിയിലാണ് ഈ ബിംബം ഉണ്ടാക്കുന്നത്. ബിംബം തടിയിൽ കടഞ്ഞ് എടുത്തിട്ട് അതിന്റെ പുറത്ത് സ്വർണം പൊതിയും. നമുക്കറിയാം അങ്ങനെയാണ് സമാഗമന കൂടാരത്തിലെ ഉപകരണങ്ങൾ സ്വർണം പൊതിയുന്നു. അങ്ങനെ തന്നെയായിരുന്നു. എക്സെപ്റ്റ് ആ കവരവിളക്ക് മാത്രമേ ഉള്ളൂ 1 താലന്ത് സ്വർണത്തിൽ അടിച്ചുണ്ടാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നത്. ബാക്കിയൊക്കെ സ്വർണം പൊതിയുക, പൂശുകയല്ല, പൊതിയുക. സ്വർണത്തിന്റെ പാളി എടുത്തിട്ട്, വളരെ നേർന്ന പാളി എടുത്തിട്ട് പൊതിയും. അപ്പൊ അത് കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അതിന് വെയിറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അത് സാധാരണഗതിയിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യം. നബൂഖദ്നേസർ രാജാവിന്റെ കയ്യിൽ ധാരാളം സ്വത്തൊക്കെ ഉണ്ടാവും. പക്ഷേ അത്രയും സ്വത്തുണ്ടെങ്കിൽ ഈ സാധനം പൊക്കണ്ടേ? അപ്പൊ പൊക്കാനുള്ളതായിരിക്കുന്ന പ്രയാസം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ലിഫ്റ്റ് ഇറ്റ്. അതാണ് സാധാരണ സ്വർണ്ണബിംബം എന്ന് പറയുമ്പോൾ തടിയിൽ തീർത്ത സ്വർണ്ണബിംബമാണ്. നമുക്ക് വാസ്തവത്തിൽ തിരുവചനത്തിൽ വേറെ ഭാഗത്തും ഇതേ കാര്യം തന്നെ കാണാനായിട്ട് കഴിയും. തടിയിൽ തീർത്ത വിഗ്രഹം കൊത്തി വാർത്തിട്ട് നിങ്ങൾ സ്വർണം പൂശുന്നതാണ്. കാശില്ലാത്ത യെശയ്യാവ് പറയുന്നത്, കാശില്ലാത്തവർ പിന്നെ സ്വർണ്ണമൊന്നും പൂശാൻ പോകത്തില്ല, നിങ്ങൾ ഒരെണ്ണം കൊണ്ടാക്കും എന്ന് യെശയ്യാവ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ സാധാരണഗതിയിൽ അത് ആ കാലത്തും ഇന്നും എനിക്ക് തോന്നുന്നത് സ്വർണത്തിലൊരു ബിംബം, പൂർണ്ണമായ സ്വർണത്തിലൊരു വലിയ ബിംബം ഒന്നും ഉണ്ടാക്കാനായിട്ട് തികച്ചും അസാധ്യമാണ്. പിന്നെ ഇനി അതിന് വേറൊരു പ്രശ്നമുണ്ട്. എന്താ അറിയാമോ? ഈ ബിംബത്തിന്റെ 90 അടി 9 അടി എന്ന് പറയുന്നതായിരിക്കുന്ന മെഷർമെന്റ് ഉണ്ടല്ലോ, അതിൽ ഒരു മനുഷ്യനെ ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാര്യം അത് മനുഷ്യന്റെ പ്രപ്പോർഷനുമായിട്ട് ശരിയാവത്തില്ല. മനുഷ്യൻ വളരെ വണ്ണം കുറഞ്ഞ ഒരു സ്കെലിറ്റനായ മനുഷ്യനെ മാത്രമേ അത് ആ മെഷർമെന്റിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. 9 അടി വീതി 90 അടി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ സാധാരണ മനുഷ്യന്റെ പ്രപ്പോർഷനുമായിട്ട് അത് യോജിച്ചു പോകത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചില ബിംബങ്ങളും ഒക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് അത് ഒരു ഉയർന്ന പീഠത്തിൽ വെച്ചതാകാനുള്ള സാധ്യത ഉണ്ടാകും. പീഠത്തിന്റെ കൂടെ മെഷർമെന്റ് എടുത്തിട്ടാണ് ഈ ബിംബത്തിന്റെ ഹൈറ്റും നീളവും ഒക്കെ പറയുന്നത്. അപ്പോ നമുക്ക് ഇന്നും അങ്ങനെ തന്നെയല്ല. ഇന്നിപ്പോ ഈ ഓരോന്നിന്റെ ഹൈറ്റ് വെക്കുന്നത് ഈ വലിയ കെട്ടിടത്തിന്റെ ഒക്കെ ബുർജ് അറബിന്റെയും ബുർജ് ഖലീഫയുടെ ഒക്കെ മുകളിൽ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഒരു കമ്പ് ഈ ലൈറ്റ്നിങ്ങിന് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ടാണ് ഹൈറ്റ് പറയുന്നത്. ഇപ്പൊ ഹൈറ്റ് വാസ്തവത്തിൽ ഈ കെട്ടിടത്തിന്റെ മുകളിൽ വെച്ചേക്കുന്ന കമ്പിന്റെയും കൂടെ ചേർത്തിട്ടാ സാധാരണ അവർ ഹൈറ്റ് പറയുന്നത്. എന്ന് പറയുന്ന പോലെ ഈ വലിയ പീഠത്തേൽ വെച്ചെങ്കിലല്ലേ എല്ലാവരും കാണത്തുള്ളൂ. അപ്പൊ വലിയ പീഠത്തേലായിരിക്കണം ഇത് കയറ്റിയേക്കുന്നത്. അപ്പൊ പീഠത്തിന്റെ കൂടെ ഹൈറ്റ് ആണ് എന്ന് വിചാരിക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ 9 അടി വീതി എന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യന്റെ നീളവും വീതിയുമായിട്ട് അതിനെ ഒത്തുപോകാനായിട്ട് പ്രയാസമാണ്. 90 അടി 9 ടൈംസ് വീതിയെക്കാട്ടിൽ 9 ടൈംസ് മോർ എന്ന് പറയുന്നത് അത് സാധാരണഗതിയിൽ അസംഭാവ്യമായിരിക്കുന്ന ഒന്നാണ്. ഇനി ആ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താ? നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ബിംബം ഉണ്ടാക്കി. അതിന് ഉയരം 60 മുഴം 6 മുഴം വീതിയും ഉണ്ടായിരുന്നു. അവൻ അതിനെ ബാബേൽ സംസ്ഥാനം ദൂര സമഭൂമിയിൽ നിർത്തി. ദൂര സമഭൂമി, ദൂര എന്ന വാക്ക് മെസപ്പൊത്താമിയയിലും ബാബിലോണിലും ഒക്കെ വളരെ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു പേരാണ്, സ്ഥലത്തിന്റെ പേരാണ്. പക്ഷെ അതൊരു സാധാരണ പേരാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് 4 വശവും കെട്ടിയടച്ചതായിരിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ നാല് സ്ഥലത്തും വലിയ കുന്നുകളാൽ ചുറ്റപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ നമുക്കറിയാം നടുഭാഗത്ത് ഒരു സമഭൂമി കാണും. ആ സ്ഥലത്തിന് പല സ്ഥലത്തിനും ദൂര എന്ന് പേരുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ വീടുള്ളത് ഇലന്തൂർ പരിയാരമാണ്. പരിയാരം എന്ന വാക്ക് പല സ്ഥലത്തും ഉണ്ടല്ലേ. പരിയാരം മെഡിക്കൽ കോളേജ് അറിയാലേ, കണ്ണൂര്, പല സ്ഥലങ്ങളിലുണ്ട്. അതുകൊണ്ട് കാനത്തുണ്ടാവുമായിരിക്കും പരിയാരം, കോട്ടയത്തും. അപ്പം ഇത് പറയുന്ന പോലെ സാധാരണ നമ്മുടെ പല പേരുകളും ഇന്നും പല സ്ഥലത്തും റിപ്പീറ്റ് ചെയ്യും. അതിനെന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും, അതുകൊണ്ട് അങ്ങനെ റിപ്പീറ്റ് ആവുന്നത്. അപ്പൊ ദൂര എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കോമൺ നെയിമാണ്, ബാബിലോണിയൻ നാമമാണ് എന്നുള്ളതാണ്. ഇനി ഇന്ന് ആർക്കിയോളജിസ്റ്റ് വാസ്തവത്തിൽ ബാബിലോണിന് 6 മൈൽ അകലെ ഒരു വലിയ ഇഷ്ടിക പീഠം എന്ന് വെച്ചാൽ ഒരു ബ്രിക്ക് ബ്ലോക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇടയായി. ആർക്കിയോളജിസ്റ്റ് കുഴിച്ചു വന്നിട്ട് അവർക്ക് കിട്ടാനായിട്ട് ഇടയായി.
അവർ വിശ്വസിക്കുന്നത് പ്രോബ്ലി ഇറ്റ് മേ ബി ദ ബേസ് ഓഫ് ദ ഇമേജ്, ബിംബം ഉറപ്പിച്ചിരുന്ന അടിഭാഗമാണെന്ന് അവർ കരുതുന്നു. ബാബിലോണിന് 6 മൈൽ അകലെ ഒരു സ്ഥലത്ത്, ഇങ്ങനെ ഒരു സ്ഥലത്ത് പ്രത്യേകമായി ഒരു ദൂര എന്ന് പറയുന്ന ഒരു ചുറ്റപ്പെട്ട സ്ഥലത്ത് അവർക്ക് കാണാനായിട്ട് കഴിഞ്ഞു. നമുക്കറിയാം ഇന്ന് ആ സ്ഥലത്തിന്റെ പേര് ദൂര എന്നായിരിക്കത്തില്ല, കാര്യം സ്ഥലങ്ങളുടെ എല്ലാം പേര് കാലങ്ങൾ കഴിയുമ്പോൾ മാറും. ആ നിലയിൽ ഇന്ന് സ്ഥലത്തിന്റെ പേര് മാറ്റമായിരിക്കും, പക്ഷേ ആർക്കിയോളജിസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇനി 2-3 വാക്യങ്ങളിൽ അവിടെ നമ്മൾ 8 തരം പ്രത്യേകമായിരിക്കും ഉദ്യോഗസ്ഥരെ അവിടെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. രാജാവ് ഈ വലിയ ബിംബം നിർത്തി അത് നമസ്കരിക്കാനായിട്ട് 8 തരം പ്രത്യേക ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് 2-3 വാക്യങ്ങൾ കാണാനായിട്ട് കഴിയും. അവിടെ ഉള്ളതായിരിക്കും ഉദ്യോഗസ്ഥന്മാർ. ഒന്ന്, പ്രധാന ദേശാധിപതിമാർ, ദ പ്രിൻസസ് ഓർ സട്രാപ്സ്. അവര് ആണ് വാസ്തവത്തിൽ ഇവിടെ നമുക്കറിയാം. നമ്മൾ 6-ാം അധ്യായം നമ്മൾ നോക്കിയാൽ അവിടെ ബെൽഷസ്സർ രാജാവ് താനും തന്റെ രാജ്യത്തെ 120 അധിപതികളെ ആക്കി, അതിന്റെ മുകളിൽ 3 പേരെ ആക്കി. അതിലൊന്ന് ദാനിയേലായിരുന്നു. അതിന്റെ മുകളിൽ ഈ 3 പേരുടെ മുകളിൽ ഒരാളായിട്ട് ദാനിയേലിനെ മാറ്റാനായിട്ട് രാജാവ് ആഗ്രഹിച്ചു എന്ന് നമ്മൾ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോ വാസ്തവത്തിൽ പ്രധാന ദേശാധിപതി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തെ 2-3 ഭാഗങ്ങളായിട്ട് തിരിച്ച് അവിടെയുള്ളതായിരിക്കുന്ന ദേശാധിപതിമാരുടെ പ്രധാനികള്. അതുപോലെ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ ഗവർണേഴ്സ് ആർ മിലിറ്ററി ചീഫ്സ്. ഗവർണേഴ്സ് എന്ന് പറയുന്ന മിലിറ്ററി ചീഫാണ്. നമ്മുടെ ഇന്നത്തെ ഗവർണർ അല്ല, അവർ മിലിറ്ററി ചീഫാണ്. അവര് ആണ് മിലിറ്ററി കാര്യങ്ങള്. വാസ്തുതി എനിക്ക് തോന്നുന്നത് പിന്നെ ഹെരോദാവും ഹെരോദാവ് അല്ലല്ലോ, പീലാത്തോസും ഒരു ഗവർണറായിരുന്നു അല്ലേ? ഗവർണറായിരുന്നു എന്ന് വെച്ചാൽ മിലിറ്ററി അധികാരമുള്ളതായിരിക്കുന്ന ആളായിരുന്നു ഈ ഗവർണേഴ്സ് എന്ന് പറയുന്നത്. ദേശാധിപന്മാര് എന്ന് പറയുന്ന ക്യാപ്റ്റൻസ്, അവരാണ് ഓരോ ചെറിയ ദേശത്തിന്റെയൊക്കെ അധിപതിമാര്. പിന്നെ ന്യായാധിപന്മാർ ജഡ്ജസ്, ഭണ്ഡാര വിചാരകന്മാർ ട്രഷറേഴ്സ്, മന്ത്രിമാർ കൗൺസിലേഴ്സ്, നഗരാധിപന്മാർ ഷെറീഫ്സ് എന്ന് വെച്ചാൽ ഓരോ ചെറിയ നഗരത്തിന് അതിന്റെ മുകളിൽ പിന്നെ ദേശാധിപതി ഉണ്ടാവും, അതിന് മുകളിൽ പ്രധാന ദേശാധിപതി ഉണ്ടാവും. പിന്നെ സകല സംസ്ഥാന പാലകന്മാരും. ഇങ്ങനെ വ്യത്യസ്തമായ നിലയിലാണ് രാജ്യം വിഭാഗിച്ച് ഭരിക്കുന്നത്. ഇവരെ എല്ലാവരെയും കൂട്ടി വരുത്തി. അതാണ് 2-3. ഇനി 4 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ അവിടെ നമ്മൾ ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കാനുള്ളതായിരിക്കുന്ന കൽപ്പന രാജാവ് കൊടുക്കുകയാണ്. അവിടെ നമസ്കരിക്കാത്തവർക്കുള്ളതായിരിക്കും ശിക്ഷാവിധിയും രാജാവ് പറയാം. രാജാവ് പറഞ്ഞു, ഈ വാദ്യഘോഷം ചെയ്യുന്ന ആൾക്കാര് അവർ വാദ്യഘോഷം ചെയ്യുമ്പോൾ ആ വാദ്യഘോഷം കേൾക്കുമ്പോൾ നിങ്ങൾ നമസ്കരിക്കണം. നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഈ തീച്ചുള്ളിയിൽ തള്ളി കൊന്നുകളയും എന്ന് പറയാം. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. വാക്യങ്ങളെല്ലാം വായിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. 4 മുതൽ ഘോഷകനാണ് വിളിച്ചു പറഞ്ഞത്. രാജാവ് കൽപ്പിച്ചിട്ട് ഘോഷകനാണ് വിളിച്ചു പറയുന്നത്. ഇവരോട് പറയുകയാണ്, നിങ്ങൾ അത് ചെയ്യണം എന്ന് പറയുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതായിരിക്കും ശിക്ഷാവിധിയും 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചുള്ളിൽ ഇട്ടുകളയും എന്ന് പറയുകയാണ്. ഇനി നമ്മൾ പിന്നെ വായിക്കുന്നത് 7-ാം വാക്യത്തിൽ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും വീണ് നമസ്കരിച്ചു. 7-ാം വാക്യത്തിൽ നമസ്കരിച്ചതായിട്ടും കാണുന്നുണ്ട്. ഇനി 8-ാം വാക്യം തുടങ്ങി നമ്മൾ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ എന്നാൽ ഈ കൂട്ടത്തിൽ 3 ബാലന്മാർ നമസ്കരിച്ചില്ല എന്ന് നമുക്കറിയാം. 3 ബാലന്മാർ നമസ്കരിച്ചില്ല. അപ്പൊ കൽദയർ എന്ന് പറയുന്നത് ആ നാട്ടിലുള്ളതായിരിക്കുന്ന കൽദയർ എന്ന വാക്കിന്റെ അർത്ഥം സാധാരണത്തിൽ ബാബിലോണിയൻസ് എല്ലാം കൽദയർ എന്നാ പറയുന്നത്. എങ്കിലും ഈ പുസ്തകത്തിൽ കൽദയർ എന്ന് പറയുമ്പം അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന വിദ്വാൻമാർ അഥവാ അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന കഴിവുള്ളവർ. കാര്യം 2-ാം അധ്യായത്തിൽ നമ്മൾ അത് തന്നെ കാണുന്നുണ്ട്, കൽദയർ എന്ന പ്രയോഗം കാണുന്നുണ്ട്. അപ്പം അവര് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. രാജാവ് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ നീ ഈ രാജ്യത്തിൽ പ്രധാനപ്പെട്ട ചുമതലകൾ നൽകിയിരിക്കുന്ന അത് വാക്യം നോക്ക്. ബാബേൽ സംസ്ഥാനം 12-ാം വാക്യം, ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾ മേൽവിചാരകന്മാരെ നിയമിച്ച ശദ്രക് മേശക് അബേദ്നെഗോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, അവര് നീ പറയുന്ന വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് പറയാം. നമ്മൾ 8-ാം വാക്യത്തിൽ എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താ അറിയാമോ? ഭയങ്കര കട്ടിയുള്ള ഒരു വാക്കാണ്. അപ്പോ അതിന്റെ അർത്ഥം they ate their pieces, അവര് കഷ്ണമായി കഴിച്ചു എന്ന. This connotes slander or malicious accusation which devours the accused piece by piece. പീസായിട്ട് ഇവരെ വിഴുങ്ങുന്ന രീതിയാണ് ആ വാക്കിന്റെ അർത്ഥം. കുറ്റം ചുമത്തി എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് നീ ചെയ്തത് എന്നുള്ള അർത്ഥത്തിലല്ല. ഭയങ്കര ശക്തമായിരിക്കുന്ന കുറ്റമാണ് ഇവർക്കെതിരെ അവരെ ചുമത്തിയത്. ഇവരെ വിഴുങ്ങാനുള്ളതായിരിക്കുന്ന
അത്ര തീവ്രമായ രീതിയിൽ രാജാവിന് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ തീവ്രമായ രീതിയിലാണ് അവരെ കുറ്റം ചുമത്തുന്നത്. നമ്മൾ 12-ാം വാക്യത്തിൽ അവിടെ പ്രധാനമായിട്ട് അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ രാജാവ് ഇവരെ ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകന്മാരെ നിയമിച്ചവരാണെന്ന്. അപ്പോ അതിന്റെ ഉള്ള അസൂയയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നതിന് യാതൊരു സംശയമില്ല, അല്ലേ? നമുക്ക് സംശയമില്ലാതെ ചിന്തിക്കാൻ സാധിക്കും. നമ്മളൊരു കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ നോട്ട് ചെയ്യുന്നത് ദാനിയേൽ ഇല്ല എന്നുള്ളതാ. ദാനിയേൽ ഈ സ്ഥലത്ത് ഇല്ല എന്നുള്ളതാ. എന്തുകൊണ്ടാണ് ദാനിയേൽ ഇല്ലാതെ പോയതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ദാനിയേല് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയിൽ താൻ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ തന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോയതാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ താൻ രാജാവുമായിട്ട് അത്ര ക്ലോസ് ആയതുകൊണ്ട് ഇവര് ദാനിയേലിനെ സ്പെയർ ചെയ്തതാവാം. എന്താ സംഭവം എന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ദാനിയേൽ ഇല്ല എന്നുള്ളത് നമുക്ക് വാസ്തവത്തിൽ അത് നോട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. ഇനി ഈ 12-ാം വാക്യത്തിൽ ഇവർ ഈ 3 പേർക്കെതിരെ ഉന്നയിക്കുന്നതായിരിക്കുന്ന 3 കുറ്റങ്ങൾ കാണുവാനായിട്ട് കഴിയും. 12-ാം വാക്യം അതില് ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിനെ കൂട്ടാക്കിയില്ല. അതാ ഒന്നാമത്തെ, രാജാവിനെ കൂട്ടാക്കിയില്ല. രണ്ടാമത്, അവർ തിരുമനസ്സ ദേവന്മാരെ സേവിക്കുന്നില്ല. 3, തിരുമനസ്സോട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന അക്യൂസിഷൻസ്, 3 പ്രധാനപ്പെട്ടതായ കുറ്റാരോപണങ്ങളാണ് ഇവര് ഈ 3 ബാലന്മാർക്കെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഓർത്തതുപോലെ ഈ ദേവനെ നമസ്കരിക്കുന്നില്ല അല്ലെങ്കിൽ രാജാവിനെ കൂട്ടാക്കുന്നില്ല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, നമുക്കറിയാം ബാബിലോൺ രാജാക്കന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്കറിയാം. ഒരു വെട്ട് 2 മുറി, അതാ അവരുടെ സ്വഭാവം. അവർക്ക് എന്താ നമ്മൾ പറയുന്നത്, മുന്നും പിന്നും നോക്കുന്ന സ്വഭാവം അവർക്കില്ല. അവർക്ക് ഏതായിരുന്നാലും അവർ പറയുക, അത് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ രാജാവിനെ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അത് രാജാവിനോടും രാജ്യത്തോടും അവർക്ക് കൂറില്ല, ലോയൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇനി നമ്മൾ 13-ാം വാക്യത്തിൽ അവിടെ രാജാവിന്റെ കോപം വളരെയധികം വർദ്ധിച്ചു. രാജാവ് അവരോട് ചോദിക്കുമ്പോൾ കൽദേർ പറഞ്ഞതിൽ 3-ത്തിൽ 2 മാത്രമേ രാജാവ് എടുത്തു പറയുന്നുള്ളൂ. രാജാവിനെ അനുസരിക്കുന്നുള്ള കാര്യം രാജാവ് വിട്ടു. രാജാവ് പറയുന്നു, എന്റെ ദേവന്മാരെ നീ സേവിക്കുന്നില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല. ഈ 2 കാര്യങ്ങളാണ് അവർക്കെതിരെ രാജാവ് കൊണ്ടുവരുന്നത്. ഇത് രണ്ടും അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഇനി 15-ാം വാക്യത്തിൽ അവിടെ നമ്മള് വീണ്ടും രാജാവ് അവർക്കൊരു ചാൻസ് കൂടെ കൊടുക്കുക. ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിപ്പാൻ ഒരുങ്ങിയിരുന്നാണ്. അന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികൾ തന്നെ നിങ്ങൾ എരിയുന്ന തീച്ചോൾ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ഇതാണ് രാജാവ് പറയുന്നത്. ഞാൻ നിങ്ങളെ ഇപ്പൊ വിടും, ഇട്ടില്ലെങ്കിൽ നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നതായിരിക്കുന്ന ആരാ ദേവനുള്ളത്, ഞാൻ ഇന്ന് കാണട്ടെ എന്നാണ് രാജാവ്. ഒരർത്ഥത്തിൽ ദൈവത്തോടുള്ള വെല്ലുവിളിയാണ് അവിടെ നമുക്ക് കാണുന്നത്. അപ്പൊ അതിന് ഈ 3 ബാലന്മാർ കൊടുത്ത ഉത്തരം 16-ാം വാക്യത്തിൽ, ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട്, നെബൂഖദ്നേസർ ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് അവിടെ ഉത്തരം പറവാൻ ആവശ്യമില്ല എന്ന് പറയുന്നത് വാസ്തവം നമുക്ക് പെട്ടെന്ന് തോന്നുന്നു രാജാവിനെ ഇവര് ധിക്കരിക്കുകയാണ്. അങ്ങനെയല്ല, അവര് പറയുന്നത് ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല, രാജാവിനോട് ഉത്തരവൊന്നും പറയാനായിട്ട് ഞങ്ങൾക്ക് ഇല്ല. രാജാവിനോട് എനിക്ക് ഉത്തരവുണ്ട്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല, ഞങ്ങളൊന്നും പറയുന്നില്ല, ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്നുള്ള അർത്ഥത്തില്ല, ഞങ്ങൾക്ക് അതിനൊരു ആൻസർ ഞങ്ങൾക്കില്ല എന്ന. അപ്പൊ രാജാവിനെ ധിക്കരിക്കുകയാണ് എന്ന് നമുക്ക് അതുകൊണ്ട് അർത്ഥമാക്കാനായിട്ട് സാധിക്കത്തില്ല. 17-ാം വാക്യത്തിൽ അവര് പറയുകയാണ്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്ന് പറയാം. അവര് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് അവർ കഴിയുമെങ്കിൽ എന്ന വാക്ക് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും അതിന് സാധ്യത ഇല്ലാതെയും വരാമെന്ന്. അങ്ങനെയല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു ചെറിയ സംശയങ്ങളും അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവര് നിൽക്കത്തില്ലല്ലയോ, ഈ പണിക്ക് നിൽക്കത്തില്ല. അവര് നമസ്കരിച്ചേനും. അവർക്ക് 100% അവർക്ക് വിശ്വാസമാണ് അവരുടെ ദൈവം അവരെ രക്ഷിക്കും എന്നുള്ളത്. ഇനി അങ്ങനെ രക്ഷിച്ചില്ലെങ്കിലോ എന്നുള്ള അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയും. അപ്പം അവർക്ക് ആശയ്ക്ക് മീതെ ആശയോടെ എന്നതിനോട് എഴുതി, ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു. വാസ്തവത്തിൽ നമുക്ക് വേണ്ടതായിരിക്കുന്ന ഒരു കാര്യം കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ പ്രശ്നം വരുമ്പോ
നമ്മൾ ദൈവത്തെ നമ്മുടെ സൈസിലേക്ക് അങ്ങ് ചെറുതാക്കും. നമുക്ക് എല്ലാം ഉണ്ടാക്കുന്ന കുഴപ്പമാണ്. ദൈവത്തെ നമ്മുടെ സൈസിലേക്ക് അങ്ങ് ചെറുതാക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ പറയും, ഓ ഇനി ദൈവത്തിനെ കൊണ്ടേ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിനെ കൊണ്ട് കഴിയത്തില്ലെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇനി നടക്കത്തില്ല എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ പറയും, ഓ ഇനിയിപ്പോ അത് നടക്കത്തില്ല, ദൈവത്തിനെ കൊണ്ടേ കഴിയത്തുള്ളൂ എന്ന് വെച്ചാൽ ഇനി അവിടെ പോലും നടക്കാൻ ഒക്കത്തില്ല എന്നുള്ള രീതിയിലാണ്. ദൈവത്തിന് കഴിയാത്തതായിട്ട് കാര്യമില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇന്നും ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ഇന്നും ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ദൈവത്തിന് ഇന്നും കഴിയാത്ത എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പൊ സ്കൂളിലെ സ്റ്റുഡന്റ് പഠിക്കാതെ പോയിട്ട് പരീക്ഷ എഴുതിയാൽ രക്ഷപ്പെടുവോ? രക്ഷപ്പെട്ടില്ലെങ്കിലും ഭാവിയിൽ ചിലപ്പോൾ നല്ല ജോലി കിട്ടുന്നു വരും, അത് വേറെ കാര്യം. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, അത് വേറെ കാര്യം. പക്ഷെ ദൈവത്തിന്റെ കൈ, നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആശയ്ക്ക് വിപരീതമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ എന്തായിരുന്നാലും അത് ദൈവസന്നിധിയിൽ കൊണ്ടുവരാനുള്ളതായിരിക്കും ചുമതല നമുക്കുണ്ട്. ഇനി 18-ാം വാക്യം പറയാം, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. അവിടെ 18-ാം വാക്യത്തിൽ അല്ലെങ്കിലും എന്ന് വെച്ചാൽ ഈ ദൈവം ഞങ്ങളെ വിടുവിക്കും എന്നുള്ളത് 100% ശരിയാണ്. അല്ലെങ്കിലും എന്ന് വെച്ചാൽ ദൈവം വിടുവിക്കാനായിട്ട് ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിന് വിടുവിക്കാൻ മനസ്സില്ലെങ്കിലോ, അതതിന്റെ അർത്ഥം. ദൈവത്തിന് വിടുവിക്കാനായിട്ട് മനസ്സില്ലെങ്കിലോ, അങ്ങനെയുണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ കർത്താവിനോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവിന് അത് ചിലപ്പോൾ നമുക്ക് തരാനായിട്ട് ദൈവഹിതം ഉണ്ടാവും, ദൈവഹിതം ഇല്ലായിരിക്കും. അപ്പൊ നമുക്ക് പറയാൻ കഴിയുന്നത്, കർത്താവെ നിന്റെ ദൈവഹിതത്തിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു, ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെ ചെയ്തില്ലെങ്കിലും ഞാൻ നിങ്ങൾ തന്നെ ആശ്രയിക്കും എന്ന് പറയാം. നമ്മളിവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ. അവിടെ ഒരു വാക്യമുണ്ട്, എന്താ? ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായത്തിന് 5-ാം വാക്യം, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അപ്പം ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോ, പ്രയാസങ്ങൾ സംഭവിക്കുമ്പോ നമ്മുടെ വിശ്വാസം എന്താ? ദൈവം നമ്മെ ആ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കും എന്നുള്ളതാണ്. ഇനി ദൈവം നിന്നെ വിടുവിച്ചില്ലെങ്കിലോ എന്ന് വെച്ചാൽ ദൈവത്തിന് അത് ഹിതമായില്ലെങ്കിലോ, അങ്ങനെ സംഭവിക്കാൽ. ദൈവഹിതത്തിൽ ഉള്ളതല്ലായിരിക്കും ആ കാര്യം. ഒരുപക്ഷെ എന്റെ രോഗം അത് മാറാനായിട്ട് ദൈവത്തിന് ഹിതം കാണത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്റെ വിദ്യാഭ്യാസം ഞാൻ ഇന്ന രീതിയിൽ പോകാൻ ദൈവത്തിന് ഹിതം കാണത്തില്ല. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ എന്റെ പ്രാർത്ഥന അതേപോലെ തന്നെ ദൈവം കേട്ട് എനിക്ക് ഉത്തരം തരാനായിട്ട് ദൈവം റബ്ബർ സ്റ്റാമ്പ് ഒന്നും അല്ലല്ലോ അല്ലെ, ദൈവത്തിന്റെ ഹിതമാണ് നടത്തുന്നത്. ഇനി അത് ദൈവത്തിന് അങ്ങനെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഹിതമെങ്കിൽ പോലും ഞാൻ ഇത് തന്നെ ചെയ്യും എന്ന് വെച്ചാൽ ഞാൻ ഈ എരുത്തിയിൽ എരിഞ്ഞ് ചാമ്പലായി പോയി എന്ന് വരാം. അവിടെയും ഞാൻ പതറാൻ പോകുന്നില്ല, കാര്യം അതായിരുന്നു എന്റെ ദൈവഹിതം എന്ന് ഞാൻ ചിന്തിക്കും എന്നാണ് ഈ ബാലന്മാർ പറയുന്നത്. നമ്മൾ 15-ാം വാക്യത്തിൽ രാജാവിനോട് പറഞ്ഞു, ഇനി വാദ്യഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പം നിങ്ങള് വീഴണം എന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ വർത്തമാനം കഴിഞ്ഞപ്പോൾ രാജാവിന് തോന്നി ഇനി അതിന്റെ ഒന്നും കാര്യമില്ല, കാര്യം ഇവര് വളരെ ഫിക്സ്ഡ് ആണ്, അവരുടെ ചിന്താഗതിയിൽ അവർക്ക് ഇനി യാതൊരു മാറ്റം വരാനുള്ള സാധ്യതയില്ല എന്ന് കണ്ടിട്ട് 19-ാം വാക്യത്തിൽ രാജാവ് അവരോട് പറയാണ്, രാജാവ് നെബൂഖദ്നേസർ കോപം ഒഴുത്തു, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂടുപിടിപ്പിച്ചതിൽ 7 മടങ്ങ് ചൂടുപിടിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. അപ്പോ അത് നമുക്ക് 19-ാം വാക്യത്തിൽ വളരെ ശക്തമായിട്ട് ചൂട് പിടിപ്പിക്കാനായിട്ട് കൽപ്പിച്ചു. ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ ചൂള അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ചൂളയെ കുറിച്ച് നമുക്ക് അല്പോടെ കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ചൂള ഉണ്ടായിരുന്നു, പക്ഷെ അത് 7 മടങ്ങ് കൂട്ടാനായിട്ട് പറഞ്ഞു. ഇനിയും തീച്ചൂളയെ കുറിച്ചുള്ള ആർക്കിയോളജിസ്റ്റിന്റെ അഭിപ്രായത്തിൽ വലിയ ചുണ്ണാമ്പ് ചൂളയായിരിക്കും. ചുണ്ണാമ്പ് ചൂളയുടെ ക്രമീകരണം എന്താണെന്ന് ചോദിച്ചാല്, വലിയ ചൂള എന്ന് പറഞ്ഞാൽ ഫർണസ് കണ്ടുണ്ടോ നിങ്ങൾ എല്ലാവരും? പടത്തിലെങ്കിലും കണ്ടു കാണും അല്ലേ? വലിയൊരു ഫർണസ് എന്ന് വെച്ചാൽ വലിയൊരു വീപ്പക്കുറ്റി പോലത്തെ ഒരു സാധനം. അതിന്റെ മുകളിൽ നിന്നാണ് ഈ ചുണ്ണാമ്പ് ഇടുന്നത്. ചുണ്ണാമ്പ് ലൈം സ്റ്റോണ് ഇങ്ങനെ വെട്ടിയെടുത്ത് കഴിയുമ്പം അത് കാൽഷ്യം കാർബണേറ്റ് ആയിട്ടാണ് അത് കിട്ടുന്നത്, അത് ചുണ്ണാമ്പ്. എന്നിട്ട് ആ സാധനം തീ കത്താനുള്ള സാധനം കൂടെ ചേർത്തിട്ട് മുകളിൽ നിന്ന് ഇടും. അത് എന്നിട്ട് വലിയ ശക്തിയിൽ അത് കത്തി കഴിയുമ്പം അത് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറും. അതാണ് ചുണ്ണാമ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് അത് വാരിയെടുക്കാനായിട്ട് ഇതിന്റെ താഴെ ഒരു വലിയ ഒരു ദ്വാരമുണ്ടാവും. അപ്പൊ ഇതിന് മുകളിലൊരു ദ്വാരമുണ്ട്, അതിലൂടെ ഇതിടും. താഴെ അത് കത്തി കഴിഞ്ഞിട്ട് ഇത് വാരി മാറ്റാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു ദ്വാരവും ഈ ചുണ്ണാമ്പ് ചൂളയ്ക്ക് ഉണ്ടാവും. അതാണ് സാധാരണഗതിയിലുള്ള ചുണ്ണാമ്പ് ചൂള. ഇന്ന് അതിനേക്കാളിലൊക്കെ കുറച്ചുകൂടിയും
അഡ്വാൻസ് ആയിട്ടുള്ള ചൂളകൾ ഉണ്ടാവും. ഒരുപക്ഷെ ഇന്ന് ഇലക്ട്രിക് ചൂള തന്നെ ഉണ്ടാവും. അങ്ങനെ പോയി അത് അവസാനം ഒരറ്റത്ത് ചെന്ന് വീഴുന്ന തരമൊക്കെ ഉണ്ടാവും. പക്ഷെ ചുണ്ണാമ്പ് ചൂള എന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ചൂടായിരിക്കും. ഒരു വലിയ ഒരു ഫർണസ്, നമ്മുടെ ഈ മുറിയെക്കാട്ടി വലുതാണെന്ന് ഓർത്തു. ഫർണസിന്റെ മുകളിൽ നിന്ന് ഈ ചുണ്ണാമ്പ് ഇങ്ങനെ ഇടും. കത്താനുള്ളതായിരിക്കും ഇന്ധനം കൂടി ഇടും. അത് കത്തി കഴിഞ്ഞിട്ട് താഴെ വന്ന് കത്തി കഴിയുമ്പോൾ ഇതിന്റെ രൂപഭേദം ഉണ്ടാവും. ഈ കാൽഷ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറും. അതാണ് ചുണ്ണാമ്പ്. ആ ചുണ്ണാമ്പ് മാറ്റി എടുക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും. അപ്പൊ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അവിടെ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാചീന കാലഘട്ടത്തിൽ പേർഷ്യയിലുമൊക്കെ ഇങ്ങനെയുള്ള ചൂളകളിൽ കുറ്റവാളികളെ ഇടുന്നത് ഒരു പതിവായിരുന്നു. അപ്പൊ കുറ്റവാളികളെ ഇടാനായിട്ട് പ്രാചീന കാലത്ത് ഇത് മാത്രമല്ല, അവിടെ പേർഷ്യക്ക് അടുത്താണല്ലോ ഈ മെസപ്പൊത്താമിയ എന്ന് പറയുന്ന സ്ഥലവും. ആ ഏരിയയിലൊക്കെ ഇതിനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ 21-ാം വാക്യം നോക്കിയാൽ, രാജാവിന്റെ കൽപ്പന പ്രകാരം അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായം, മേലാട മുതലായ വസ്ത്രങ്ങളോട് ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിൽ ഇട്ടുകളഞ്ഞു. സാധാരണഗതിയിൽ എക്സിക്യൂഷനായിട്ട് കൊണ്ടുപോകുന്ന കുറ്റവാളിയുടെ മുഴുവൻ വസ്ത്രവും മാറേണ്ടത് ആവശ്യമാണ്. മാറിയിട്ട് പുതിയ വസ്ത്രങ്ങൾ ഇടുന്നത്. പക്ഷെ അതിനൊന്നും രാജാവ് നിന്നില്ല. എന്തുകൊണ്ടാണ് രാജാവ് നിൽക്കാഞ്ഞെന്ന് ചോദിച്ചാൽ ഇനി ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ ദൈവം വന്ന് ഇവരെ രക്ഷിച്ചെങ്കിലും എന്ന് രാജാവിന് പേടിയുണ്ട്. കാര്യം 2-ാം അധ്യായത്തിൽ ഈ സ്വപ്നമൊക്കെ വിവരിച്ച ദൈവമാണ് ഇവരുടെ ദൈവം. അപ്പൊ ചിലപ്പോ അറിയാനൊക്കത്തില്ല, രക്ഷിച്ചെങ്കിലോ. അപ്പൊ രാജാവ് ഒരു ചാൻസ് എടുത്തില്ല. അപ്പോഴേ ഈ ചൂളയിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ചൂളയിലേക്ക് ഇട്ടു. വസ്ത്രം പോലും മാറ്റാൻ സമയം കൊടുത്തില്ല. 7 മടങ്ങ് ചൂള ചൂടാക്കിയേക്കാൻ പറഞ്ഞു. കാര്യം ഇനി യാതൊരു കാരണവശാലും ഇവരെ രക്ഷപ്പെടരുത് എന്നുള്ളത്. 22-ാം വാക്യം, അവരെ എടുത്തുകൊണ്ടുവരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു. 23-ാം വാക്യത്തിൽ ഈ 3 പുരുഷന്മാർ അവരെ എരിയുന്ന തീച്ചുളയിൽ വീഴുന്നത് നമ്മൾ കാണുന്നു. 24-ാം വാക്യത്തിൽ രാജാവ് വളരെ പെട്ടെന്ന് അവിടെ മന്ത്രിമാരോട് ചോദിക്കുകയാണ്, നമ്മൾ 3 പേരെ അല്ലേ ഇട്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ രാജാവ് അവിടെ 3-ലധികം ആൾക്കാരെ അവിടെ കണ്ടു എന്ന് സാരം. നമ്മൾ ഇവിടെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എഴുതിയിട്ടുണ്ട്, 23-ാം വാക്യത്തിനോട് ചേർന്ന് സെപ്റ്റുജന്റില് ഒരു അഡീഷണൽ ഭാഗമുണ്ട്. അത് അപ്പോക്രിഫ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. വെച്ചാൽ ദൈവവചനത്തിന് വെളിയിലായിട്ട്, ദൈവവചനം ആയിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അത് പ്രെയർ ഓഫ് അസറിയ എന്ന് പറഞ്ഞ അബീദനഗോയുടെ പുതിയ പേരാ, പഴയ പേരാ അസറിയയുടെ പ്രാർത്ഥന. അതുപോലെ തന്നെ സോങ്സ് ഓഫ് ദ 3 യൂത്ത്സ്, ഈ 3 യുവാക്കൾ എരുതിയിൽ കിടന്ന് പാടിയ ഒരു പാട്ടും സെപ്റ്റുജന്റിലുണ്ട്. പക്ഷെ അത് നമ്മുടെ ബൈബിളിൽ നമ്മൾ ഇല്ല. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് രേഖപ്പെടുത്തി എന്ന് മാത്രം. 24-ാം വാക്യത്തിൽ രാജാവ് വളരെ ഭയത്തോടെ, വളരെ ഭ്രമിച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിയുകയാണ്. പിന്നെ 25-ാം വാക്യത്തിൽ അവരെ വളരെ ശക്തമായിട്ട് ബന്ധിച്ചാണ് ഇട്ടതെങ്കിലും അവർക്ക് ഒരു കേടും തട്ടിയില്ല. അവർക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് കാണുന്നു. അതുപോലെ തന്നെ 25-ാം വാക്യത്തിൽ ദൈവപുത്രനോട് ഒത്ത ഒരുവനെ അവിടെ കാണുന്നു എന്ന് രാജാവ് പറയാം. അവിടെ 25-ാം വാക്യത്തിൽ കിങ് സെഡ് ദാറ്റ് ദ ഫോം ഓഫ് ദ ഫോർത്ത് ഈസ് ലൈക്ക് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രനോട് ഒത്തിരിക്കുന്ന ഒരുവൻ. അവിടെ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കും നെബൂഖദ്നേസർ രാജാവ് ഇപ്പൊ യഹൂദനായതൊന്നും അല്ല കേട്ടോ. അദ്ദേഹം അവിടെ ദൈവപുത്രൻ എന്ന് പറയുന്ന അനേക ദൈവപുത്രന്മാരിൽ ഒരുത്തൻ എന്ന അർത്ഥമേ ഉള്ളൂ. അല്ലാതെ നെബൂഖദ്നേസർ രാജാവ് അപ്പൊ തന്നെ ദൈവപുത്രനായി അല്ല ദൈവ മകനായി എന്നുള്ളത് ഇതുകൊണ്ട് അർത്ഥമുണ്ടാക്കുന്നില്ല. ഇപ്പൊ നമുക്ക് കാണാമല്ലോ, ഈ താഴെ കാണുന്നത് വാസ്തവത്തിൽ ആ ചൂളിയുടെ താഴത്തെ സ്ഥലമായിട്ട് ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആ ചൂളിയുടെ താഴത്തെ സ്ഥലം ആണ് എന്ന് നമുക്ക് ഈ പടത്തിൽ കാണാനായിട്ട് കഴിയും. ഇനി 26-ാമത്തെ വാക്യത്തിൽ രാജാവ് അവരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. നെബൂഖദ്നേസർ രാജാവ് അവരെ വിളിച്ച് പുറത്തേക്ക് വരുത്തുന്നു. പിന്നെ 27-ാം വാക്യത്തിൽ അവർക്ക് യാതൊരു കേടും സംഭവിക്കുന്നില്ല. അവരുടെ തലമുടി പോലും കരിയാതിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ 28-ാം വാക്യത്തിൽ രാജാവ് ഇവരുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലൊക്കെ ഇത് കഴിയുമ്പോൾ ദൈവത്തെ രാജാവ് മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ. 2-ാം അധ്യായത്തിലും നമ്മൾ കണ്ടു ദാനിയേലിന്റെ ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുന്നുണ്ട്. 3-ാം അധ്യായത്തില് വാസ്തവത്തിൽ ഇവരുടെ ദൈവത്തെ
അവിടെ മഹത്വപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ആ വാക്യം മാത്രം 28-ാം വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ, തങ്ങൾ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറെ ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കത്തക്കവണ്ണം കൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ തന്റെ സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ല എന്ന് പറയുക. അപ്പൊ ദൈവത്തെ വാസ്തവത്തിൽ ഇവിടെ രാജാവ് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. ഒരു ജാതീയ രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് തന്നെ 30-ാം വാക്യത്തിൽ 29-ാം വാക്യത്തിൽ ഈ ദൈവത്തിന് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ രാജാവിന്റെ സാധാരണ ഭാഷയിൽ പറയുകയാണ്, കഷ്ണം കഷ്ണമായി ശകലിക്കും, വീട് കുപ്പക്കുന്നാക്കും എന്ന് അവിടെ രാജാവ് പറയുകയാണ്. പിന്നീട് 30-ാം വാക്യത്തിൽ ബാലന്മാർക്ക് ബാബേൽ സംസ്ഥാനത്ത് സ്ഥാനമാനങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് ഈ കഥയുടെ പ്രധാനപ്പെട്ടത്. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് അറിയാവുന്നതായിരിക്കുന്ന ഒരു സംഭവം കഥയാണ്. അപ്പൊ ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ? രാജാവാണോ? അല്ല, ദൈവമാണല്ലേ. ദൈവമാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വ്യക്തി. ഇസ്രായേലിന്റെ ദൈവം അവിടെ മഹത്വപ്പെടുവാനായിട്ട് ഇടയായി. ഇനി അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ ഒരു 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സംഭവം ഒരു ചരിത്ര സംഭവമാണെങ്കിലും അതിനൊരു പ്രാവചനിക തലമുണ്ട്. ദർ ഇസ് എ പ്രോഫറ്റിക് ആസ്പെക്ട് ടു ദിസ്, ഈവൻ ദോ ദിസ് എ ഹിസ്റ്ററി. നമ്മൾ പീഡനകാലത്തെ നോക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇവിടെ ഒരു ബിംബത്തെ വെച്ചു. ആ ബിംബത്തെ നമസ്കരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ പീഡനകാലത്തിൽ അവിടെ ഒരു രാജാവ്, ആ രാജാവ് നമുക്കറിയാം ആരാ? അന്തിക്രിസ്തു. നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടെ അന്തിക്രിസ്തുവിന്റെ ബിംബം അവര് ദേവാലയത്തിൽ വെക്കും. അത് വെക്കുന്നത് ആളാരാന്ന് ചോദിച്ചാൽ അത് മത നേതാവായിരിക്കുന്ന കള്ളപ്രവാചകൻ അന്തിക്രിസ്തുവിന്റെ ബിംബം വെക്കും, അല്ലെ? എന്നിട്ട് അന്തിക്രിസ്തുവിനെ നമസ്കരിക്കണം എന്ന് പറയും. അത് വാസ്തു നെബൂഖദ്നേസറിനെ കാണുമ്പോൾ നമുക്ക് ആ സംഭവം നമുക്ക് ഓർമ്മയിലേക്ക് വരിക. എന്നിട്ട് അവിടെ തന്നെ 13-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 13-15 മുറിവേറ്റ 14-ാം വാക്യത്തിൽ മുറിവേറ്റിട്ട് ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കാൻ അതിന് ബലം ലഭിച്ചു. അപ്പോ നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു, ഈ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഈ ബിംബത്തെ അഥവാ ദേവാലയത്തിൽ പീഡനകാലത്തിന്റെ മധ്യത്തോടു കൂടി വെക്കുന്നതായിരിക്കുന്ന ആ ബിംബത്തെ ഇല്ലെങ്കിൽ കൊല്ലും എന്ന് 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് അറിയാം, ഈ പുസ്തകം പഠിച്ചാൽ നമുക്കറിയാം, ഒരു വലിയ സമൂഹം തന്നെ ഈ അന്തിക്രിസ്തു നിർത്തുന്നതായിരിക്കും ദേവനെ അവരാരാധിക്കും. കാര്യം ഈ ദേവനെ ആരാധിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഒന്നും വാങ്ങാനോ വിൽക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യവും സാധിക്കത്തില്ല. കാര്യം അന്തിക്രിസ്തുവിന്റെ ആൾക്കാർക്ക് മാത്രമേ എന്തെങ്കിലും വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം, നമുക്ക് അത് 13-ാം അധ്യായത്തിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഒരുപാട് പേര് ഈ ബിംബത്തെ, അന്തിക്രിസ്തു നിർത്തിയിരിക്കുന്നതായിരിക്കും ബിംബത്തെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ആരാധിക്കും. പക്ഷെ അതിലും ഒരു സമൂഹം, ഒരു ചെറിയ സമൂഹം അവര് ഈ ബിംബത്തെ നമസ്കരിക്കാനായിട്ട് തയ്യാറാവത്തില്ല. അവരിൽ പലരും കൊല്ലപ്പെടും. നമുക്ക് അറിയാം, ഈ അധ്യായത്തിലല്ല, ഈ പുസ്തകത്തിൽ തന്നെ അവര് അങ്ങനെയുള്ളവർ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 1000 ആണ്ട് പീഡനകാലത്ത് മരിച്ചവരായിരിക്കുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഈ ക്രിസ്തുവിനെ നമസ്കരിക്കാതെയും അവന് അനുകൂലമായി നിൽക്കാത്തത് കൊണ്ടും മരണത്തിൽ പോയതായിരിക്കും ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ചിലരൊക്കെ അതിൽ നിന്ന് വിടുവിക്കും. നമുക്കറിയാം 144,000 പേരെ കുറിച്ച് നമ്മൾ 7-ാം അധ്യായത്തിലാണ് തോന്നുന്നു വായിക്കുന്നുണ്ട്. 7-ാം അധ്യായത്തിലല്ലേ 144,000 പേര് ആണോ? അങ്ങനെയുള്ളവര് ഈ പീഡനകാലത്തിൽ അവര് മരണപ്പെടാതെ അവര് നിലനിൽക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ കുറച്ച് പേര് മരിച്ചു പോകും. എന്നാൽ കുറെ പേരൊക്കെ
ആ പീഡനകാലത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അവർ രക്ഷപ്പെടുവാനായിട്ട് ഇടയാകും. എന്നാൽ അവർ തീയുടെ അനുഭവത്തിലൂടെയാണ് പോയി എന്ന് വന്നാലും പിന്നത്തേതിൽ അവര് സന്തോഷത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയാകും. അപ്പൊ നമ്മൾ ഈ പുസ്തകത്തിൽ നമ്മൾ ഈ നെബൂഖദ്നേസർ രാജാവ് നിർത്തിയ സ്വർണ്ണബിംബം വാസ്തവത്തിൽ അത് ഭാവിയിൽ സംഭവിക്കാനുള്ളതായിരിക്കുന്ന ഒരു സംഭവത്തിന്റെ ഒരു നിഴലാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പ്രോഫറ്റിക് ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു നിഴലായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണുവാനായിട്ടും സാധിക്കും. നെബൂഖദ്നേസർ രാജാവ് എന്ത് ചെയ്തോ അത് തന്നെ നമുക്ക് വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു നിഴലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ കാണുന്നത് പോലെ തന്നെ ദാനിയേൽ പ്രവചനം കണ്ടാൽ ദാനിയേൽ പ്രവചനം നമ്മൾ കാണുന്നതായിരിക്കും അനേക കാര്യങ്ങൾ. അതിലൊന്നാണ് നമ്മുടെ വിശ്വാസം, കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ളത്. ആശയ്ക്ക് വിപരീതമായി ആശയോടെ കർത്താവിൽ ആശ്രയിച്ച് വിശ്വസിക്കുക എന്നുള്ളത്. അവൻ ഇന്നും അവന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ് എന്നുള്ളതായിരിക്കുന്ന വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ഗോഡ്ലി അങ്കിൾ. 3-ാം അധ്യായം കഴിഞ്ഞു. അടുത്ത ആഴ്ച നമ്മൾ 4-ാം അധ്യായങ്ങളിലൊക്കെ ആയിരിക്കും പ്രവേശിക്കുന്നത്. പെട്ടെന്ന് ഈ പോർഷൻ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയ വാക്യം 1 Peter 4:12 സഫറിങ്സ് ഓഫ് എ ക്രിസ്ത്യൻ നെ പറ്റി പീറ്റർ പറയുമ്പം അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഉണ്ട്, ഫയറി ട്രയൽസ്. ആക്ച്വലി ഫിസിക്കലി ആയിട്ട് ഫയറി ട്രയൽസ് ഒക്കെ പോകുന്ന ഒരു ആദ്യമേ സഭ ഫയറി ട്രയൽസിലൂടെ പോയി. നമ്മളിപ്പോ പോകുന്ന ട്രയൽസ് ഒന്നും അത് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും തന്നെ ഇല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും. അതില് നമ്മൾ എത്ര വിശ്വസ്തമായിട്ട് ഇരിക്കുന്നു, ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ എങ്ങനെ കാണിക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന വിറ്റ്നസ് ആസ് എ ക്രിസ്ത്യൻ. അപ്പം അതില് പത്രോസ് പറയുന്നുണ്ടല്ലോ, നമ്മൾ അതില്ല നാണകെടാൻ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യമില്ല. ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ അംബാസിഡർ ആയിട്ട് നിൽക്കാൻ ഇനിയോ ദിവസം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പം ക്ലോസ് ചെയ്യാൻ വേണ്ടി മനോജ് ബ്രദർ ഇപ്പം വന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അതിപരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സഭാ ഹാളിലും സൂമിലുമായിട്ട് ഇത്രയും സമയം ഞങ്ങളെ അവിടുന്ന് കൂട്ടിയിരുത്തി